ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും I+ൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. സേലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആദ്യ ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു ബേസിക് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് പഠിക്കാതെ നമുക്ക് മറ്റൊരു ടോപ്പിക്കും പഠിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും ഉഷാറായി പഠിച്ച് മുന്നേറുക. സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെപ്പോലെ ജ്വലിക്കണമെന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും ജ്വലിപ്പിച്ചുകൊണ്ട് തിളക്കമാർന്ന വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ സ്വയം തിരിച്ചറിയപ്പെടുന്നില്ല എന്നതാണ് പലരുടെയും ജീവിതത്തിലെ ദുരന്തം. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വലിയ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷികളെപ്പോലെ നമ്മളിങ്ങനെ അലയുകയാണ്. സ്വയം തിരിച്ചറിയുക, നിങ്ങളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കാൻ ഒപ്പം ഞങ്ങളുണ്ട്, I+ ഉണ്ട്. നിങ്ങളുടെ വിജയം നേടുന്നത് വരെ ഞങ്ങളൊപ്പമുണ്ട് എന്ന് ഉറപ്പു തരുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി സ്വാഗതം. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ പഠിക്കാൻ പോകണം. ആദ്യം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക, എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നത് നിങ്ങൾക്കറിയാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ എന്ന് പറയും. ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ആദ്യത്തെ ഒരു ചോദ്യം തന്നെ അതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ ഡാഷ്. ആരാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ. ഓക്കെ അല്ലേ? നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം? ആരാണ് ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്? ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യക്കൊരു ഭരണഘടന ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ആവശ്യമാണ്. ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹൂം എന്ന് ചോദിച്ചാൽ അത് M.N. റോയ് ആണ്. വേണമെങ്കിൽ ആ ഇയർ കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളുക. 1935 ആണ്. 1935 ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ടൊരു വ്യക്തി മുന്നോട്ട് വയ്ക്കുന്നത് M.N. റോയ്. മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് പൂർണ്ണമായി പേര്. ഒരു ബംഗാളി റവല്യൂഷണറി. ഹി ഈസ് ദി ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓർത്തോളൂ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ദി പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പാർട്ടീസ് ഫോംഡ് ബൈ M.N. റോയ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. M.N. റോയ് രൂപീകരിച്ച പാർട്ടികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, RDP എന്ന് പറയും. RDP വാസ് ഫോംഡ് ബൈ ഹിം ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇദ്ദേഹം ആരംഭിച്ച ഒരു 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 പ്രധാന പാർട്ടിയുടെ പേരാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഇതൊക്കെ വേണമെങ്കിൽ അനുബന്ധ ചോദ്യങ്ങളായിട്ടൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചിരുന്നാൽ ഗുണകരമായിരിക്കും. നമുക്ക് ഈ എല്ലാം നമ്മുടെ ആവശ്യമില്ലാത്തതൊന്നും നമ്മളിവിടെ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ ആവശ്യമില്ലാത്തതല്ല, പക്ഷേ ആവശ്യമുള്ളതുപോലും ചിലത് നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുബന്ധ
വിവരങ്ങളായിട്ട് പറയുന്നതാണ്. അതൊക്കെ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ച് വരുമ്പോൾ ചില പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അപ്പോഴും തോന്നും. അതൊക്കെ ഞാൻ ഈ പറഞ്ഞു പോകും. അതൊക്കെ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എം.എൻ. റോയ്, മാനവേന്ദ്രനാഥ് റോയ്. മാനവേന്ദ്രനാഥ് റോയിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ഓർക്കുക. ഹി ഫൗണ്ടഡ് സർട്ടൺ പാർട്ടീസ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം.എൻ. റോയ്, അദ്ദേഹവും കുറേ ആൾക്കാരുണ്ടായിരുന്നു, എങ്കിലും പ്രധാന പങ്കുവഹിച്ചത് ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ എം.എൻ. റോയ് രൂപീകരിച്ച പാർട്ടികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക. ഹീ ഈസ് ദി സ്പോക്ക് മാൻ ഓഫ്, അല്ലെങ്കിൽ സ്പോക്ക് പേഴ്സൺ ഓഫ് റാഡിക്കൽ ഹ്യൂമനിസം. റാഡിക്കൽ ഹ്യൂമനിസം എന്നൊരാശയത്തിൻ്റെ വക്താവ് കൂടിയായിരുന്നു ഇദ്ദേഹം. റാഡിക്കൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, മാനവികത. റാഡിക്കൽ ഹ്യൂമനിസം എന്ന് ഉദ്ദേശിക്കുന്നത് സമൂലമായ മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള ആശയം. അപ്പോൾ അങ്ങനെ റാഡിക്കൽ ഹ്യൂമനിസം എന്ന ആശയത്തിൻ്റെ ശില്പിയും അല്ലെങ്കിൽ വക്താവും ആര് തന്നെയായിരുന്നു? എം.എൻ. റോയ്, മാനവേന്ദ്രനാഥ് റോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അപ്പോൾ ഇവിടെ പ്രധാനമായി ഓർക്കേണ്ടത്, ഹീ ഈസ് ദി ഫസ്റ്റ് പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസ് ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇനി അവിടെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ഹീ ഇൻട്രൊഡ്യൂസ്ഡ് ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ആൻ ഇമ്പോർട്ടൻ്റ് പബ്ലിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പത്രത്തിലൂടെയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. ആ പത്രത്തിൻ്റെ പേര് ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്നാണ്. ഇന്ത്യൻ പാട്രിയോട്ട്. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എം.എൻ. റോയ്. ഇത് ഈ ഡേറ്റ് ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1935 കേട്ടോ. 1935 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ഇദ്ദേഹം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഐഡിയ ഇദ്ദേഹം ഏത് പത്രത്തിലൂടെയാണ് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പാട്രിയോട്ട്, ദി ഇന്ത്യൻ പാട്രിയോട്ട് എന്നാണ് ആ പത്രത്തിൻ്റെ പേര്. അപ്പോൾ ഹി എക്സ്പ്രസ്ഡ് ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ എ പബ്ലിക്കേഷൻ കോൾഡ് എന്താണ്? ദി ഇന്ത്യൻ പാട്രിയോട്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പാർട്ടികളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതിനേക്കാൾ ഏറെ കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളൊരു ചോദ്യം, ഹി ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ. വെരി ഇമ്പോർട്ടൻറ്റ്. ഹി ഈസ് ദി ആർക്കിടെക്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ശില്പിയാര്? എം.എൻ. റോയ്. ഇത്രയും ക്ലിയറായോ? ഒന്നുകൂടി ഞാൻ പറയട്ടെ. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫ്രെയിംഡ് ബൈ അല്ലെങ്കിൽ പ്രിപ്പേർഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എം.എൻ. റോയ്, മാനവേന്ദ്രനാഥ് റോയ്. He expressed this idea in a publication called The Indian Patriot. He is also known as architect of people's planning in India. He founded certain parties, Indian Communist Party, Mexican Communist Party, Radical Democratic Party. The party founded by M.N. Roy during the period of Second World War, RDP, Radical Democratic Party. ഇത്രയും ക്ലിയർ അല്ലേ? ദെൻ വെരി ഇമ്പോർട്ടൻ്റ് മറ്റൊരു ചോദ്യം, ഇത് വ്യക്തിയാണ്. ഇനി എ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം. ഇന്ത്യക്കൊരു ഭരണഘടന ആവശ്യമാണെന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. പരീക്ഷയ്ക്ക് ചോദിക്കും, സ്വരാജ് പാർട്ടി. നോക്കൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എം.എൻ. റോയ്, പാർട്ടി സ്വരാജ് പാർട്ടി. അപ്പോൾ സ്വരാജ് പാർട്ടി ഈസ് ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭരണഘടന എന്ന ആശയം. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ഇൻ വിച്ച് ഡേ? എന്നാണ് സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്? ഇൻ 1923 January 1.
1923 ജാനുവരി 1-ാം തീയതിയാണ് സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്. സ്വരാജ് പാർട്ടി, അതിൻ്റെ ആദ്യകാല പേര് സ്വരാജ് പാർട്ടി എന്ന് പിന്നീടാണ് അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ ദ ഫസ്റ്റ് നെയിം ഓഫ് സ്വരാജ് പാർട്ടി, അല്ലെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ ഇറ്റ്സ് നെയിം വാസ് എന്തായിരുന്നു? കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. അതാണ് പിൽക്കാലത്ത് സ്വരാജ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ദി ഫസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഡിമാൻഡഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ഇൻ 1923 ജാനുവരി 1. ഇനി നിങ്ങൾ ഓർക്കണം, സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടേഴ്സ് ആരാണ്? സ്ഥിരം ചോദിക്കുന്നതാണ്. ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി, സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസ്. ആരൊക്കെയാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ? ആര് എന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് CR ദാസ് ആണ്. ആരാണ്? CR ദാസ് ഫസ്റ്റ് പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റു ഫസ്റ്റ് സെക്രട്ടറി. വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. Who was the first president of Swaraj Party formed in 1923 January 1? ഫസ്റ്റ് പ്രസിഡന്റ് CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്. ഫസ്റ്റ് സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. അപ്പോൾ ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ഓർഡറായിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞ വ്യക്തി MN റോയ്. ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റു. CR ദാസ് ഫസ്റ്റ് പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റു ഫസ്റ്റ് സെക്രട്ടറി. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി MN റോയിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ആ പാർട്ടിയൊക്കെ മറന്നുപോയാലും കുഴപ്പമില്ല. ഹീസ് ദി ആർക്കിടെക്ട് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജനകീയാസൂത്രണത്തിൻ്റെ ശില്പി. അതുപോലെ തന്നെ ദി ഐഡിയ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എക്സ്പ്രസ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ കോൾഡ് ദി ഇന്ത്യൻ പാട്രിയോട്ട്. അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. ഈ രണ്ട് പേരുകൾ ഒരിക്കലും മറക്കരുത്. ഫൗണ്ടിങ് ലീഡേഴ്സ് ഓഫ് സ്വരാജ് പാർട്ടി CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ഓക്കെ അല്ലേ? നോക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ. ഇനി പറയുന്ന ഡേറ്റുകൾ വളരെ പ്രാധാന്യത്തോടെ പഠിക്കണം നിങ്ങൾ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 ഡിസംബർ 6. ഞാൻ ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു 10-15 ഡേറ്റുകൾ നിങ്ങൾക്ക് ഓർഡറായി തരാം. അത് നമ്മളിപ്പം പഠിപ്പിക്കുന്നതും അല്ലാത്തതും എല്ലാം കൂടെ ചേർത്ത് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഓർഡറിൽ കുറേ ഡേറ്റുകൾ ഞാൻ ഓർഡറായി തരാം. അതിൽ ഒരെണ്ണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഇപ്പം പഠിക്കുന്നത് തന്നെയാണ്. ആ ഡേറ്റുകൾ പലതും ഇപ്പം നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പം ആ ഓർഡർ ചിലപ്പം നമ്മൾ ആ ഓർഡറിൽ തന്നെ പറയണമെന്നില്ല. കാരണം ഇപ്പം നമ്മൾ ആ സംഭവങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഡേറ്റുകൾ കൂടി പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ഞാൻ ലാസ്റ്റ് ഓർഡറാക്കി എല്ലാ ഡേറ്റും കൂടെ ഒരുമിച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ വിച്ച് ഡേ 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-ാം തീയതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നു. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 ഡിസംബർ 6 അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ഡാഷ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ഡാഷ്. ആരുടെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മിഷൻ 2025 എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താണ്? ദൗത്യം അല്ലേ? അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരടങ്ങുന്ന ഒരു പ്രത്യേക ദൗത്യ സംഘമാണ്. 46 കാര്യമാണ് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമ്മളെ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരടങ്ങുന്ന ഒരു ദൗത്യ സംഘത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ആ ദൗത്യ സംഘത്തിൻ്റെ പേരാണ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ വാസ് എ സ്പെഷ്യൽ മിഷൻ കൺസിസ്റ്റഡ് ഓഫ് 3 മിനിസ്റ്റേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്.
ആ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അവരുടെ ശുപാർശ പ്രകാരമാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 December 6 അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ഇനി നോക്കൂ നിങ്ങൾ, ദി ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ ഡാഷ്. അടുത്ത ഡേറ്റ് ഇതാ വരികയാണ്. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഇന്ത്യ സന്ദർശിച്ചത്? ക്യാബിനറ്റ് മിഷൻ്റെ ഡയറക്ഷൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നുവെങ്കിൽ അസംബ്ലി നിലവിൽ വരുന്നതിന് മുമ്പ് അവരോട് വന്നിരിക്കണമല്ലോ. അപ്പം 1946 December 6 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫോർമേഷന് മുമ്പ് അവരോട് വന്നിരിക്കണം. അപ്പം ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd 1946 March 23rd അവർ ഇന്ത്യയിൽ വന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഡേറ്റുകൾ ഞാൻ ഓർഡറാക്കി തരാമെന്ന് പറയുമ്പോൾ ആ ഓർഡറിൽ ആദ്യം വരുന്നത് ക്യാബിനറ്റ് മിഷൻ വിസിറ്റ് ചെയ്ത ദിവസമായിരിക്കും. മനസ്സിലാകുന്നല്ലോ? അതിനുശേഷമാണ് അസംബ്ലി വരുന്നത്. പക്ഷെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഞാൻ പിന്നെ ഓർഡറാക്കി തരാം. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd. നിങ്ങൾ ചില റാങ്ക് ഫയലൊക്കെ നോക്കുമ്പോൾ ഡേറ്റ് ചിലപ്പോൾ മാറിക്കിടക്കാം. March 24th എന്ന് കിടക്കുന്നത് കാണാം. 1946 March 24th എന്ന് ചില ബുക്കുകളിൽ കിടപ്പുണ്ട്. ശരി തന്നെയാണ്, അതും തെറ്റല്ല. ഈ രണ്ട് ഡേറ്റിൽ നിങ്ങൾക്ക് ഒന്നുകിൽ പറയാം ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd എന്ന് പറയാം, അല്ലെങ്കിൽ 1946 March 24th എന്നും പറയാം. രണ്ടും ശരിയാണ്. ഇപ്പം പലർക്കും ആശയക്കുഴപ്പമുണ്ടായി, എനിക്കറിയാം. രണ്ടും എങ്ങനെ ശരിയാവും എന്നാണ് പലരും ചോദിക്കുന്നത്. ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് എങ്ങനെ രണ്ട് ഡേറ്റിലാകും എന്ന് പലർക്കും സംശയം തോന്നാം. അതെന്താണെന്ന് ഞാൻ പറയാം. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd അറ്റ് കറാച്ചി. ആദ്യം ഇവർ വന്നത് കറാച്ചിയിലാണ്. കറാച്ചി അന്ന് ഇന്ത്യയിലായിരുന്നു, ഇന്ന് ഇന്ത്യയിലല്ല. പിറ്റേ ദിവസമാണ് അവർ ഡൽഹിയിൽ വന്നത്. അപ്പോൾ March 24th പറയുന്നത് അന്നും ഇന്നും ഡൽഹി ഇന്ത്യയിലല്ലേ, അപ്പോൾ ആ ഡേറ്റ് പറയുന്നതല്ലേ നല്ലത്, ആയിക്കോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതും പറയാം. പക്ഷെ നമുക്ക് അവരോട് ചോദിക്കാം ഒരു ചോദ്യം, അന്ന് കറാച്ചി ഇന്ത്യയിലായിരുന്നില്ലേ? അപ്പോൾ കറാച്ചി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. രണ്ടും കൂടി പരീക്ഷയ്ക്ക് വരില്ല ഈ ചോദ്യം ചോദിച്ചാൽ. അതുകൊണ്ട് രണ്ടും മനസ്സിൽ വെച്ചോളൂ. അപ്പം ക്യാബിനറ്റ് മിഷൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചോളൂ. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd അറ്റ് കറാച്ചി. 1946 March 24th അറ്റ് ഡൽഹി. തീർന്നില്ലേ? ഇടപാട് തീർന്നില്ലേ? ഇത് ഏതോ ചോദിച്ചോട്ടെ പരീക്ഷയ്ക്ക്, രണ്ടും കൂടി വരില്ല, ഏതെങ്കിലും ഒരു ഡേറ്റ്. ക്ലിയർ അല്ലേ? അപ്പം ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ നമ്മൾ പറഞ്ഞു. അക്കോർഡിംഗ് ടു ദ പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 December 6th. മറക്കല്ലേ, ഡേറ്റുകൾ കൂടിക്കൂടി വരും, ആൾക്കാരുടെ പേര് കൂടിക്കൂടി വരും. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡേറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, പഠിക്കണം. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് സബ്മിറ്റഡ്. ഈ ക്യാബിനറ്റ് മിഷൻ വന്നിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വാസ് സബ്മിറ്റഡ് ഇൻ 1946 May 16th. ഇനി ആ ഡേറ്റുകൾ ഞാനൊന്ന് ഓർഡറിൽ പറയാം. ക്യാബിനറ്റ് മിഷൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 March 23rd or 24th. Then Cabinet Mission Plan was submitted in 1946 May 16th. According to the proposal of Cabinet Mission, Constituent Assembly was formed in 1946 December 6th. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് രൂപം നൽകി. ഇനി നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് ആ 3 അംഗ കമ്മിറ്റിയിലുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. താഴെ പറയുന്നവരിൽ ആരാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ക്യാബിനറ്റ് മിഷൻ? എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മെമ്പർ ഓഫ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗമായ വ്യക്തി ആര്? 3 പേരേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽപ്പെട്ട 3 മന്ത്രിമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരാളുടെ പേര്
ഓപ്ഷനിൽ ഉണ്ടാകുള്ളൂ ഇങ്ങനെ ചോദിച്ചാൽ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്നാൽ പിന്നെ ആ ഒരാളുടെ പേരങ്ങ് പഠിച്ചു വെച്ചാൽ പോരെ, അത് ഏതാളാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? 3 പേരിൽ ആര് പേരും ആകാമല്ലോ. അതുകൊണ്ട് ആ 3 പേരും പഠിക്കണ്ടേ? പഠിക്കണം. ഇനി അതിനേക്കാളും അപകടകരമായൊരു ചോദ്യമുണ്ട്. എനി വൺ ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് നോട്ട് ദി മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. നമ്മൾ പെട്ടുപോകുന്ന ചോദ്യം അവിടെയാണ്. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗം അല്ലാത്തതാര്? നമുക്ക് വെപ്രാളമാണ്. പരീക്ഷ ഹാളിൽ കയറുന്നത് തന്നെ അരവട്ടായിട്ടാണ്. അപ്പോഴാണ് അംഗമല്ലാത്തതാര്. വെപ്രാളത്തിനിടയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും കാണും, അംഗവും കാണും, അല്ലാത്തത് വീട്ടിൽ വന്നും കാണും. ഇതാണ് നമ്മുടെ രീതി. അതാണ്. അതുകൊണ്ട് ആത്മസംയമനത്തോടെ ക്വസ്റ്റ്യൻ വായിക്കുക. ആ 3 പേരുടെ പേര് പഠിച്ചു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. പെത്തിക് ലോറൻസ്. ആരാണ് മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ? ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ ആരാണ്? ഒന്ന് പെത്തിക് ലോറൻസ്. പെത്തിക് ലോറൻസ് അദ്ദേഹമായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ക്യാബിനറ്റ് മിഷൻ വാസ് ലെഡ് ബൈ ഹൂം? അല്ലെങ്കിൽ ലീഡർ ഓഫ് ക്യാബിനറ്റ് മിഷൻ, ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ പെത്തിക് ലോറൻസ്. സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. 3 പേരെ പേര് പഠിച്ചല്ലോ. AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്. പെത്തിക് ലോറൻസ് വാസ് ദി ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ, ദർ ആർ 3 മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ് മിഷൻ. പെത്തിക് ലോറൻസ് ചെയർമാൻ, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അടുത്ത് നോക്കൂ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? നോക്കൂ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് സമാനമാണ് ഞാൻ അടുത്ത പറയുന്ന ചോദ്യവും. ഹൂ വാസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഇൻ 1947? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലും ഉത്തരം അതായിരിക്കുമല്ലോ. കാര്യം അത് 47, ഇത് 46, ഒരേ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ദി പ്രൈം മിനിസ്റ്റർ ഹൂ സെൻഡ് ക്യാബിനറ്റ് മിഷൻ ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ക്ലമന്റ് ആറ്റ്ലി ആണ്. ക്ലമന്റ് ആറ്റ്ലി, ആ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് ക്ലമന്റ് ആറ്റ്ലി. ഹൂ വാസ് ദി വൈസ്രോയ് ഡ്യൂറിങ് സച്ച് പീരിയഡ്? എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വൈസ്രോയ് ആരാണ്? ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. വൈസ്രോയ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് വേവൽ. വേവൽ പ്രഭു എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ലോർഡ് വേവൽ. മറക്കരുത്, പേരുകളൊക്കെ മറക്കരുത്. പെത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ were the members of cabinet mission. Cabinet mission was sent by Clement Attlee, the prime minister of Britain. അല്ലേ? അദ്ദേഹമാണ് ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണെങ്കിൽ ഡ്യൂറിങ് സച്ച് പീരീഡ് ഹു വാസ് ദി വൈസ്രോയ് ഓഫ് ഇന്ത്യ? ലോർഡ് വേവൽ. വേവൽ പ്രഭുവാണ്. ഇനി ഇവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് നമ്മൾ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി പറയുന്നതാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് PSC നടത്തിയ പരീക്ഷകളുടെ ഒരു 10 ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് ഒരു 8 ചോദ്യ പേപ്പറിലും കാണാവുന്നൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഓൺ വിച്ച് ഡേ? എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്നത്? 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഡിസംബർ 6ഉം ഡിസംബർ 9ഉം തമ്മിൽ ക്ലാഷ് ആകരുത്. ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ്. ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ്. എവിടെ വച്ചെന്നും കൂടെ ഓർത്താൽ നന്നായിരിക്കും. അറ്റ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ, ഡൽഹി. ഡൽഹിയിലെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ച്. ജസ്റ്റ് അതും കൂടെ ഓർത്ത് വെച്ച് കൊടുക്കുക. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യ പേപ്പറിൽ കണ്ടതാണ്. എവിടെ വച്ചാണ് ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്? എന്നിട്ട് ഡൽഹി, കൽക്കത്ത,
മദ്രാസ് അങ്ങനെയൊക്കെയായിരുന്നു ഓപ്ഷൻ കൊടുത്തത്. ഡൽഹിയാണ്. ഡൽഹിയിലെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയത്. ക്ലിയർ അല്ലേ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് 1946 ഡിസംബർ 9 അറ്റ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ, ഡൽഹി. അങ്ങനെയാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ വീട്ടിനടുത്തൊക്കെ തന്നെ ഒരു സംഘടന നമ്മൾ രൂപീകരിക്കുന്നു. അത് എന്ത് സംഘടന ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തന്നെ ആയിക്കോട്ടെ. നമ്മുടെ ആൾക്കാരെല്ലാം കൂടി ചേർന്നൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ ആദ്യ മീറ്റിംഗ് കൂടുമ്പം തന്നെ അതിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടാവുമോ? ഇല്ല. അവരെയൊക്കെ പിന്നീടല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് വെറുതെ അങ്ങ് കൂടും. അങ്ങനെയാണെങ്കിൽ ആ മീറ്റിങ്ങിൽ ആരായിരിക്കും അധ്യക്ഷത വഹിക്കുന്നത്? ചെയർമാനെയൊക്കെ തിരഞ്ഞെടുത്താൽ ചെയർമാനല്ലേ, പ്രസിഡൻറ്റ് തിരഞ്ഞെടുത്താൽ പ്രസിഡൻ്റല്ലേ അധ്യക്ഷനായി വരേണ്ടത്. ഇവിടെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോഴാരായിരിക്കും? തീർച്ചയായിട്ടും ഈ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് പ്രവർത്തിച്ച, പ്രത്യേകിച്ച് പ്രായം കൂടിയ ഒരാളിനെ തൽക്കാലം നമ്മൾ ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി നിയമിക്കും. ഇതല്ലേ ഒരു നാട്ടു നടപ്പ്? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 1946 ഡിസംബർ 9 പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ഡൽഹിയിൽ വെച്ച് നടന്ന ഫസ്റ്റ് മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കാനായി എല്ലാവരും കൂടി കണ്ടെത്തിയത് അതിൻ്റെ ഒരു എൽഡർ മെമ്പറിനെ തന്നെയായിരുന്നു. ആ എൽഡർ മെമ്പർ എന്ന് പറയുന്ന ആളിൻ്റെ പേര് ഇതാണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. വെരി ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ദി ഇന്ററിം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. PSCയുടെ ചോദ്യത്തിലെ വാക്കാണ് ഇടക്കാല അധ്യക്ഷൻ. ഹു വാസ് ദി ഇന്ററിം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എത്ര കാലം അദ്ദേഹം പ്രസിഡന്റായിട്ട് തുടർന്നു? 2 ദിവസം. ഇൻ ദി ഇയർ 1946 ഡിസംബർ 11 ദി പെർമനന്റ് ചെയർമാൻ വാസ് ഇലക്റ്റഡ്. ഹീസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പെർമനന്റ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പെർമനന്റ് എന്ന വാക്കൊന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടാകണമെന്നില്ല. ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നേ ചിലപ്പം ചോദിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത് പെർമനന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹി വാസ് ഇലക്റ്റഡ് ആസ് ദി പെർമനന്റ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇൻ 1946 ഡിസംബർ 11. അന്ന് തന്നെ 2 വൈസ് ചെയർമാൻ വേർ ഇലക്റ്റഡ്. നോക്കൂ, വൈസ് പ്രസിഡൻസ് ആരാണ്? 2 പേരെ തിരഞ്ഞെടുത്തത്, HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് 1946 ഡിസംബർ 9 അറ്റ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ, ഡൽഹി. Who was the interim president of Constituent Assembly? Dr. Sachidananda Sinha. Who was the chairman of Constituent Assembly? That means permanent chairman. പിന്നെ ആള് മാറിയിട്ടില്ല. 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തുകൊണ്ട് ഒപ്പുവെച്ചത് വരെ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹീസ് ദി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അന്നേ ദിവസം 2 വൈസ് ചെയർമാൻമാരെ കൂടി തിരഞ്ഞെടുക്കുന്നു. ആരൊക്കെയാണ്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഒരുപാട് പ്രധാനപ്പെട്ട പേരുകളാണിത്. ഇനി ഒരുപാട് പേരുകൾ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. ഇതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.